ഇവനിവന്റെ അമ്മയെ ചേട്ടന്റെ വീട്ടിൽ കൊണ്ടാക്കുകയാണ്. ചേട്ടൻ കയറാൻ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കയറാൻ വന്നതല്ല, അമ്മയെ ഇവിടെ കൊണ്ടുവിടാൻ വന്നതാണ്. എനിക്കൊന്നും അമ്മയെ നോക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ അമ്മയെ ഭാര്യയെ വിളിച്ച് കാണിച്ചുകൊടുത്തു. അവൻ പറഞ്ഞു, അമ്മ നമ്മുടെ കൂടെ നിൽക്കാൻ വന്നതാണ്. അവൾ പറഞ്ഞു, ശരി. എന്നിട്ട് അമ്മയ്ക്ക് ചായ എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയി. പക്ഷേ അച്ഛന്റെ അവസ്ഥ അവിടെ വളരെ മോശമായിരുന്നു. അച്ഛൻ ഇളയ മകന്റെ വീട്ടിലായിരുന്നു. അവന്റെ ഭാര്യ അച്ഛനോട് ദേഷ്യപ്പെട്ട് ചോദിച്ചു, ഇവിടെയെല്ലാം ക്ലീനാക്കിയോ? അച്ഛൻ പറഞ്ഞു, എന്നോട് കുറച്ച് കരുണ കാണിച്ചുകൂടെ? രാവിലെ തൊട്ട് ഞാൻ ജോലി ചെയ്യുകയാണ്. ഇതുവരെ ഞാനൊന്നും കഴിച്ചിട്ടില്ല. എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാൻ തരുമോ? അവൾ പറഞ്ഞു, ആദ്യം ഈ ജോലി മുഴുവൻ തീർക്കൂ, അതിനുശേഷം ഭക്ഷണം കിട്ടും. അച്ഛനൊന്നും മിണ്ടാതെ വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം അമ്മ അച്ഛനെ ഫോണിൽ വിളിക്കുകയാണ്. അമ്മ ചോദിച്ചു, സുഖമാണോ? അച്ഛൻ പറഞ്ഞു, സുഖമാണ്. പിന്നെ ചോദിച്ചു, നീ എങ്ങനെയുണ്ട്? അമ്മ പറഞ്ഞു, സുഖമാണ്. അച്ഛൻ പറഞ്ഞു, അവിടെ എല്ലാവരും നിന്നെ നന്നായി നോക്കുന്നുണ്ടോ? അമ്മ പറഞ്ഞു, എല്ലാവരും എന്നെ നന്നായി നോക്കുന്നുണ്ട്, പക്ഷെ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു, എനിക്കും അതുപോലെ തന്നെയാണ്. ഇവിടെ എല്ലാവരും എന്നെ നന്നായി നോക്കുന്നുണ്ട്, പക്ഷെ ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ച നമ്മൾ ഇപ്പോൾ വേറെ വേറെ വീടുകളിൽ കഴിയേണ്ടിവരുന്നത് വലിയ വിഷമമാണ്. അമ്മ പറഞ്ഞു, എനിക്കും അതുപോലെ തന്നെയാണ്. നിന്നില്ലാതെ എനിക്കൊരു സന്തോഷവുമില്ല. അച്ഛൻ പറഞ്ഞു, ഈ വയസ്സിൽ നമ്മളിങ്ങനെ വേർപിരിഞ്ഞ് ജീവിക്കേണ്ടിവരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അങ്ങനെയിരിക്കുമ്പോൾ അവർ സംസാരിക്കുന്നത് കേൾക്കുകയാണ്. അമ്മയും അച്ഛനും എത്ര വിഷമത്തിലാണ് എന്നവൾക്ക് മനസ്സിലായി. അവൾക്കത് കണ്ടപ്പോൾ വലിയ സങ്കടമായി. അവൾ ഭർത്താവിന്റെ അടുത്തേക്ക് പോയി പറഞ്ഞു, നിന്റെ അച്ഛനെയും കൂട്ടി ഇവിടെ വരണം. അമ്മ ഒറ്റയ്ക്കിരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. ഇത്രയും വർഷം ഒരുമിച്ച് ജീവിച്ച ആളുകളല്ലേ അവർ. ഈ വയസ്സിലെങ്കിലും അവരെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കണം. അത് കേട്ടപ്പോൾ അവനും വിഷമമായി. അവൻ പറഞ്ഞു, ശരിയാണ് നീ പറയുന്നത്. ഞാൻ ഇപ്പോൾ തന്നെ അച്ഛനെ കൂട്ടിവരാം. അങ്ങനെ അവൻ അച്ഛന്റെ അടുത്തേക്ക് പോയി അച്ഛനെയും കൂട്ടി വീട്ടിലേക്ക് വന്നു. അമ്മ അവിടെ ഇരിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, അമ്മേ, ഒരു സർപ്രൈസ് ഉണ്ട്. അമ്മ ചോദിച്ചു, എന്താണ് മോനെ? അപ്പോഴാണ് അച്ഛൻ പിന്നിലൂടെ നടന്നുവരുന്നത്. അച്ഛനെ കണ്ടതും അമ്മയുടെ കണ്ണ് നിറഞ്ഞു. അമ്മ ചോദിച്ചു, നിങ്ങൾ വന്നോ? അച്ഛൻ പറഞ്ഞു, അതെ മോനെ, എനിക്കൊരുപാട് സന്തോഷമായി. ഇവൻ എന്നെ അവിടെ കൊണ്ടുപോയി നിർത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ പണിയെടുത്ത് മരിച്ചേനെ. അമ്മ പറഞ്ഞു, നിങ്ങൾ ഇവിടെ എത്തിയല്ലോ, എനിക്ക് അതുതന്നെ മതി. എനിക്കൊരുപാട് സന്തോഷമായി, നന്ദിയുണ്ട് മോനെ. അവൻ പറഞ്ഞു, എന്നോടല്ല നന്ദി പറയേണ്ടത്, ഇവളാണ് എന്നോട് ആ കാര്യം പറഞ്ഞത്. ഇവൾ പറഞ്ഞപ്പോഴാണ് ഞാൻ തന്നെ ആ കാര്യം ഓർത്തത്. അങ്ങനെയാണ് ഞാൻ അച്ഛനെ കൂട്ടിക്കൊണ്ടുവന്നത്. അമ്മ സന്തോഷത്തോടെ മരുമകളുടെ അടുത്തേക്ക് പോയി. അമ്മ പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട് മോളെ, നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളിങ്ങനെ ഒരുമിക്കില്ലായിരുന്നു. നിങ്ങൾക്ക് അച്ഛനെയാണോ അമ്മയാണോ കൂടുതലിഷ്ടം? സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ പറയൂ.